എം കെ രാഘവൻ എം പി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് രാഘവൻ, എം കെ രാഘവൻ എം പി. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ധാരാളം ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അവരാരും ഈ മാപ്പ് കണ്ടിട്ടില്ല. എം പി മാപ്പ് കണ്ടായിരുന്നോ? ഇല്ല, ഇതിനകത്തൊരു വിഷയം എന്താന്ന് ചോദിച്ചാലേ, ഇവിടെ ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റില് ഈ കഡസ്ട്രൽ മാപ്പ് ഇടുന്ന പറഞ്ഞ് അത് ക്ലാരിറ്റി ഇല്ലാത്തതാണ്. അത് കൈകൊണ്ട് വരച്ചതാണ്. അതുമാത്രമല്ല, ചില സർവേ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്കും അത് നോക്കിക്കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ, നിർദ്ദേശം കൊടുക്കാനും കഴിയില്ല. രണ്ടാമത്, ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് തന്നെ പഞ്ചായത്തുകളുടെയും ഗ്രാമസഭകളുടെയും ചർച്ചകൾക്ക് ശേഷം തയ്യാറാക്കിയ ജിയോ കോർഡിനേറ്റ് മാപ്പുണ്ട്. ഈ മാപ്പാണ് സത്യം പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കേണ്ടത്. അതില്ലെന്ന് മാത്രമല്ല, ഇനിയിപ്പോ 5 ദിവസം മാത്രമേ ഉള്ളൂ. ഈ മാപ്പിന്റെ അടുത്ത് ഈ ഗ്രാമസഭകളും പഞ്ചായത്തുകളും ചേർന്ന് ചർച്ച നടത്തി തയ്യാറാക്കിയ ഈ പ്രപ്പോസലുകളാണ് കേന്ദ്രത്തിന് കൊടുക്കേണ്ടത്. എന്നാൽ സത്യം പറഞ്ഞാൽ അത് ഒരു സംഭവിക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 5 ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഗവൺമെന്റ് അത് ഉൾക്കൊണ്ടുകൊണ്ട് കൊടുക്കുമെന്നാണ് പ്രതീക്ഷ. അതല്ലെങ്കിൽ വീണ്ടും എക്സ്റ്റൻഷൻ ചോദിക്കണം ഗവൺമെന്റ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് തന്നെ കൊടുത്ത നിർദ്ദേശത്തിൽ പറഞ്ഞത് ജനവാസ മേഖല ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിനാണ് മുൻഗണന അവർ പോലും കൊടുത്തിട്ടുള്ളത്. അതെ, ഇത് 30 ലക്ഷം പേരെ ബാധിക്കുന്ന വിഷയമാണ്. ആലോചിക്കണം. ESAയുടെ പരിധിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, താമസിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അടിയന്തരമായി ഗവൺമെന്റ് ജനന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, വന്ന പാളിച്ച വന്നു സമ്മതിക്കുന്നു. പഞ്ചായത്തുകളും ഗ്രാമസഭകളും കൊടുത്തൊരു പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ എടുത്തു കൊടുക്കണം. അതാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതായത് അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ വ്യക്തമായ മാപ്പായി പ്രസിദ്ധീകരിക്കണം. പക്ഷേ അതിന് ചർച്ച ചെയ്ത് ഗ്രാമസഭകൾക്ക് തീരുമാനമെടുക്കാൻ ഈ 5 ദിവസം പോരാ. അതുകൊണ്ട് ചുരുങ്ങിയത് 1 മാസം സമയം നീട്ടി. അല്ല മിസ്റ്റർ അരുൺ, ഇതിന്റെ അകത്ത് നേരത്തെ തീരുമാനം എടുത്ത് കൊടുത്തു കഴിഞ്ഞു. അത് ജൂലൈ മാസം തന്നെ ഗവൺമെന്റ് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതെ, അപ്പോ അത് കൊടുത്താൽ മതി. ഒന്നുകിൽ അത് കൊടുക്കുക, അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാനുള്ള സാവകാശമെങ്കിലും ആവശ്യപ്പെടുക. അതെ, ഇനിയിപ്പോ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ ഗവൺമെന്റ് ഈ ഗ്രാമസഭകളും പഞ്ചായത്തുകളും കൊടുത്ത പ്രപ്പോസൽ എടുക്കുക, അത് കൊടുക്കുക. അതല്ലെങ്കിൽ വീണ്ടും വിവരമായ ചർച്ച വേണമെങ്കിൽ നിർബന്ധമായും 60 ദിവസം എക്സ്റ്റൻഷൻ ചോദിക്കാം. ഞങ്ങളിപ്പോ വനവകുപ്പ് മന്ത്രി ബന്ധപ്പെട്ടു. അദ്ദേഹം വിഷയം പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അതൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശരി, ഗവൺമെന്റ് ഇനിയും അതിൽ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. താങ്ക് യു. നമുക്ക് നോക്കാം. എന്തായാലും 5 ദിവസം കൂടി നമുക്ക് ബാക്കിയുള്ളൂ എന്നതാണ് കർഷകർക്ക് ആശങ്കയുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു ശ്രീ എം കെ രാഘവൻ എം പി.